എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള കടച്ചക്ക കറിയാണ്. റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് കണ്ടു നോക്കൂ. ഇതാ കടച്ചക്ക ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മൺചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ പാകത്തിന് ഉപ്പും ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. ആ ഒരു കഷ്ണം വേവത്തക്ക രീതിയിൽ വെള്ളം മതി. കടച്ചക്കയല്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇത് വേവിക്കാനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം തടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം, 3 ഏലക്ക, ഒരു കഷ്ണം ബേ ലീഫ്, പിന്നെ കുറച്ച് കറുകപ്പട്ട ഒരുപാട് വേണ്ട, ചെറിയ കറുകപ്പട്ട പീസാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ആ ഒരു പെരിഞ്ചീരകമൊക്കെ നല്ലതായിട്ടൊന്ന് പൊട്ടി വരുള്ളൂ, അതാണ് കേട്ടോ പാകം. ഇനി അതിനകത്തേക്ക് ഒരു സവാള, ഒരുപാട് വലിപ്പമുള്ള സവാളയില, ചെറിയൊരു സവാളയാണ്, അത് നീളത്തിൽ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം കുറച്ചൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾക്ക് വേണിച്ചാൽ കൂട്ടിയെടുക്കാം കേട്ടോ. ഈ കടച്ചക്കയൊക്കെ ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കും. വെളുത്തുള്ളി 1-2 അല്ലി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് 2 ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മളിനി മുളക് പൊടിയൊന്നും ചേർക്കില്ല. അപ്പോൾ എരിവിന് ആവശ്യമായ പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് നാളികേരമാണ്. അപ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ കൊത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ നാളികേരം ആണ് കയ്യിലെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ നാളികേരം നമുക്ക് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ആറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കരുത്. വേണിച്ചാൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടച്ചക്ക ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു മൺചട്ടിക്കകത്തോ പാത്രത്തിനകത്തോ വെക്കുകയാണെങ്കിൽ കടച്ചക്ക അങ്ങ് വെന്ത് കുഴഞ്ഞു പോവില്ല കേട്ടോ. ഇതേപോലെ കിട്ടണം, എങ്കിലാണ് കറി കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്നൊന്നുമ്പോൾ തൊടാതെ രീതിയിൽ നിൽക്കണം. കുക്കറിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ കടച്ചക്ക ഇതിനകത്തുനിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. ലേശം വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് അതേ മൺചട്ടി തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുകും, അതുപോലെ ഒരു 7-8 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ഒരു കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കണം അരച്ചെടുക്കേണ്ടത്. ആ കാഷ്യൂ നട്ട്സ് ഒക്കെ അരച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1-2 സെക്കൻഡ് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം എത്രയാണോ വെള്ളം വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെള്ളം കൊടുക്കണ്ട. നമ്മൾ അരച്ച മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ കടച്ചക്ക വറുത്തരച്ചും അതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് അല്ലേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ ഒരു കറി. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടച്ചക്ക വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ കറികളാണ് കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട. ചെറിയ തീയിലിട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, അത്രയും മതി. ഇനി ഒരുപാട് നേരം നമ്മൾ തിളപ്പിച്ചാൽ അതങ്ങ് വറ്റിപ്പോവും. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ വന്നില്ല. അപ്പോൾ ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇതാ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്